നികുതി കേസിൽ കോൺഗ്രസിന് താൽക്കാലിക ആശ്വാസം. തിരഞ്ഞെടുപ്പ് കഴിയും വരെ 3500 കോടി ഈടാക്കാൻ നടപടിയെടുക്കില്ലെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതി അറിയിച്ചു. തെരഞ്ഞെടുപ്പിന് മുൻപ് കൂടുതൽ പണം പിടിച്ചെടുക്കില്ലെന്ന് ഉറപ്പായതോടെ കോൺഗ്രസിന് ആശങ്കകളില്ലാതെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങാം. ആദായനികുതി വകുപ്പ് നടപടിക്കെതിരെ മുൻപ് 2016 നൽകിയ ഹർജിക്കൊപ്പമാണ് 3500 കോടി അടയ്ക്കാൻ കഴിഞ്ഞ ദിവസം ആദായനികുതി വകുപ്പ് നൽകിയ നോട്ടീസ് ചോദ്യം ചെയ്ത് കോൺഗ്രസ് ഇടക്കാല അപേക്ഷ ഫയൽ ചെയ്തത്. 2016 ഹർജിയുമായി ബന്ധമില്ലാത്തതിനാൽ ഇടക്കാല അപേക്ഷ പരിഗണിക്കുന്നതിനെ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ആദ്യം എതിർത്തു. എന്നാൽ വിഷയം പരിഗണിച്ച സാഹചര്യത്തിൽ തൽക്കാലം പണം ഈടാക്കാൻ നടപടികൾ ഉണ്ടാകില്ലെന്ന് തുഷാർ മേത്ത ഉറപ്പ് നൽകുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് കാലമായതിനാലാണ് ഇതെന്ന് അദ്ദേഹം പ്രത്യേകം ചൂണ്ടിക്കാട്ടി. കേന്ദ്ര സർക്കാരിന്റെ ഉറപ്പ് ജസ്റ്റിസുമാരായ BV നാഗരത്ന, അഗസ്റ്റിൻ ജോർജ് മഷീഹ് എന്നിവരടങ്ങിയ ബെഞ്ച് രേഖപ്പെടുത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം ജൂലൈ 24 കേസ് വീണ്ടും പരിഗണിക്കൂ. സുപ്രീം കോടതിയിൽ കേന്ദ്രം ഉറപ്പ് നൽകിയതോടെ തെരഞ്ഞെടുപ്പ് കാലത്തെ കോൺഗ്രസിന്റെ പ്രധാന ആശങ്കയ്ക്കാണ് താൽക്കാലികമായെങ്കിലും പരിഹാരമായത്. ഇത് കൃത്യമായിട്ടും സുപ്രീം കോടതി വിധിയോട് ആർക്കും ബോധ്യപ്പെടുത്താവുന്ന കാര്യമാണ്. ജനാധിപത്യത്തില് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ ഇല്ലാതാക്കാൻ വേണ്ടി കോൺഗ്രസിനെ ഫൈനാൻഷ്യലായിട്ട് ദുർബലപ്പെടുത്താൻ വേണ്ടി നടത്തിയ ക്ലിയർ കട്ട് കോൺസ്പിറസിയാണ്. ഇതിനകത്ത് പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും ക്ലിയറായിട്ട് ഇൻവോൾവ് ചെയ്ത കോൺസ്പിറസി ആയിരുന്നു നടന്നത്. പണം ഈടാക്കാനായി ധൃതിയിൽ ആദായനികുതി വകുപ്പ് നടപടികൾ ഉണ്ടാകില്ലെങ്കിലും മറ്റ് വിവിധ സാമ്പത്തിക വർഷങ്ങളിലെ ആദായനികുതി പുനർനിർണയ നടപടികൾ IT വകുപ്പ് തുടരാൻ തന്നെയാണ് സാധ്യത. റിപ്പോർട്ടർ, ദില്ലി.